സൺഡേ ഹോളിഡേയിൽ ആ ഒരു ഹിറ്റ് സോങ് അല്ലേ, ഡാൻസ് കളിച്ച ആ ഒരു സോങ്, അത് ഭയങ്കര ഒരു ഹിറ്റ് സോങ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. എല്ലാ സ്ഥലത്തും പിന്നെ ഒരു ഡാൻസ് ഒക്കെ കളിച്ച് പിന്നെ പോയൊരു പാട്ടായിരുന്നു അത് അല്ലേ? സോങ് എഴുതിയത് ജിസ്സാണ്, അർത്ഥമില്ലാത്ത വാക്കുകൾ വെച്ച്. എങ്ങനെയാണ് ആ കടികട്ടി വാക്കുകൾ വെച്ച ആ ഒരു പാട്ട്? 3-4 പാട്ട് വേറെ എഴുതിയിട്ടുണ്ട് ഇത് തന്നെ. ആ വരികളൊന്ന് പറഞ്ഞേ പ്ലീസ്. കണ്ടോ നിന്റെ കണ്ണിൽ ഒരു പ്രചണ്ഡനം, പ്രക്ഷോഭനം, ദൃഷ്ടാടനം, തുപ്ലോദയം, ഹുമേളനം. പാടിയ ആളിവിടെ ഉണ്ട്, അൻവർ സാഹത്തോട് ഇരിപ്പുണ്ട്. ഇത് ഈ പാട്ടിന്റെ പ്രശ്നം എന്താ പറഞ്ഞാൽ ഈ പാട്ട് വെച്ച് ഞാൻ ഡാൻസ് ചെയ്യണം, ഇതിന് ലിപ്പുണ്ട് കേട്ടോ. വരികൾ നമുക്ക് ഓർത്തിരിക്കണല്ലോ, അതൊരു വലിയ പ്രശ്നമായിരുന്നു. ക്ലോസ് വരുമ്പോ ഈ വാക്കുകളെല്ലാം ഞാൻ ഓർത്തിരുന്നിട്ട് ലിപ്പ് ചെയ്യണ്ടേ. ഞാൻ ഓരോ ടേക്ക് കഴിയുമ്പോൾ ഞാൻ ജിസിനിങ്ങനെ നോക്കുകയും. അതെ, ഇങ്ങനെയൊക്കെ സാർ അനുപലവിലേക്കൊക്കെ വരുമ്പോഴേ, നീ അറിഞ്ഞോ പെണ്ണെ പാരിക്ഷോപ്തിയായോ, തുലോം തുച്ഛോ മോഹിച്ചല്ലോ ഞാൻ. ഇത് പാട്ട് ദീപക് ദേവ് കമ്പോസ് ചെയ്ത് തരുന്നത് ഷൂട്ട് ചെയ്യുന്നതിന്റെ തലേദിവസം രാത്രിയാണ്. അപ്പൊ പിറ്റേ ദിവസം എനിക്ക് ഷൂട്ട് ചെയ്യണം. അപ്പൊ അന്ന് രാത്രി ഇരുന്നിട്ട് എഴുതിയ പാട്ട്. അപ്പൊ പഠിക്കാനൊന്നും ഇവർക്ക് സമയം കൊടുത്തിട്ടില്ല. രാവിലെ 9 മണിക്ക് തുടങ്ങിയ ഡാൻസ് ആണ്. എങ്ങനെയൊക്കെ ഒപ്പിച്ചു എന്ന് വേണേ പറയാം. ഷാസിഫ് കൃത്യമായിട്ട് ലിപ്പ് പിടിച്ചു.